മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ ന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ ന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ദ്വിതീയ സ്കന്ധം 6-ാമത്തെ അധ്യായം നമ്മൾ അനുസ്മരിക്കുന്നു. ബ്രഹ്മനാരദ സംവാദമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈയൊരു അന്വാഖ്യാനം എല്ലാ പുരാണങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പരീക്ഷിച്ച് ചോദിക്കുമ്പോൾ നേരെ ഈ അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതി അല്ലാതെ, ശ്രീ ശിവബ്രഹ്മർഷിയാണെങ്കിൽ പോലും ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്തുതി അല്ലെ, നമുക്കറിയാം ശുഭസാരസ്വതം എന്നുള്ളൊരു സ്തുതി തന്നെ. അപ്പം അതിൻ്റെ ഒരു നില ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് മറ്റ് സംവാദങ്ങളെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പുരാണങ്ങളുടെയൊക്കെ ഒരു സാധാരണ രീതിയാണ്. ഇവിടെ ബ്രഹ്മനാരദ സംവാദത്തിലൂടെ സൃഷ്ടിയെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ വേദത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പുരുഷ സൂക്തത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു അധ്യായമാണ് ഈ 6-ാമത്തെ അധ്യായം. നമ്മൾ 9 ശ്ലോകങ്ങൾ നോക്കി വിരാട് സ്വരൂപ വർണ്ണന, ഭഗവാന്റെ ഓരോരോ അവയവങ്ങൾ ആണ് നമ്മളുടെ ഉള്ളിലുള്ള 24 തത്വങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങളും അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, ദശേന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, അന്ധക്കരണങ്ങള്, ഇങ്ങനെ 24 തത്വങ്ങളും ഭഗവാന്റെ ശക്തിയും കൂടി അതിൽ പ്രവേശിക്കുമ്പോഴാണ് ഓരോന്നിനും ചലനം ഉണ്ടാകുന്ന എന്നുള്ളൊരു സത്യത്തെ ഉറപ്പിച്ച് പറയുകയാണ് ഓരോന്നും. ഇവിടെ ഇപ്പൊ ഭഗവാന്റെ ഓരോരോ ഇന്ദ്രിയങ്ങള് ആ ഇന്ദ്രിയങ്ങളുടെ സ്വാധീനം എപ്പോഴാണ്? ഭഗവാന്റെ ശക്തി പ്രവേശിക്കുമ്പോൾ. അതാണ് ഓരോന്നിനും പ്രത്യേക ഇന്ദ്രിയങ്ങളെന്നും. ഇപ്പൊ നേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന നേത്രമല്ല, നേത്രേന്ദ്രിയം, നേത്രത്തിൽ കൂടെ കാണുവാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഇന്ദ്രിയം. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പതിവ് പോലെ പറയുന്നത് പോലെ ഈ വിരാട് സ്വരൂപൻ എന്ന് പറയുമ്പോൾ, വിരാട് പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്നും അന്യമായിട്ട് നമ്മൾ കാണാതെ
നമ്മളുടെ ഈ ശരീരത്തിൽ തന്നെയുള്ള ഓരോ അംഗങ്ങളുമാണ് അവിടെ പ്രതിപാദിക്കുന്നതെന്ന് പറയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ തത്വത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. 9ാമത്തെ ശ്ലോകം വരെയാണ് പറയുന്നത്. ഹിംസായ നിരതേർമൃത്യോർ നിരയസ്യ ഗുതസ്മൃത പരാഭൂതേരധർമ്മസ്യ തമസശ്ച അപി പശ്ചിമ. ഇനി 10ാമത്തെ ശ്ലോകം മുതൽ 15ാമത്തെ ശ്ലോകം വരെ ഒരുമിച്ച് നമുക്ക് അതിൻ്റെ അന്വയത്തിനൊന്നും ഇത്ര വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഭഗവാന്റെ അവയവങ്ങളെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആ 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. 10 മുതൽ 15 വരെ. നാഡ്യോനദ നദീനാം തു ഗോത്രാണാം അസ്ഥി സംഹതി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച ഉദരം വിദിതം പുംസോ ഹൃദയം മനസഃ പദം ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാ പരായണം വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാ പരായണം അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനയോഗ്രജാ സുരാസുരനരാ നാഗാഃ ഖഗാ മൃഗസരീസൃപാഃ ഗന്ധർവാപ്സരസോ യക്ഷോ ഭൂതഗണോരഗാഃ പശവഃ പിതരഃ സിദ്ധാ വിദ്യാധ്രാശ്ചാരണാദ്രുമാഃ അന്യേ ച വിവിധാ ജീവാ ജലസ്ഥലനഭൗകസ ഗ്രഹക്ഷകേതവസ്താരാസ്തടിതസ്ഥനയിത്നവ സർവം പുരുഷ ഏവേദം ഭൂതം ഭവ്യം ഭവച്ചയൽ. നമുക്ക് 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ച് നോക്കാം. നാഡ്യോ നദനദീനാം തു ഗോത്രാണാം അസ്ഥി സംഹതി. നാഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പുകൾ എന്ന് പറയാം അല്ലെ. നമ്മളുടെ ഉള്ളിലുള്ള ഞരമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നദവും നദിയും ആണ് എന്ന് പറയാണ്. പ്രപഞ്ചത്തിലെ നദിയും നദവും ആണ് ഭഗവാന്റെ നാഡികള് എന്ന് പറയാണ്. ഈ നദവും നദിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ട് നമ്മൾ പറഞ്ഞു ഇത് ആൺപുഴയാണെന്നും പെൺപുഴയാണെന്നൊക്കെ പറയുന്നു. പ്രധാനമായിട്ട് പുഴ ഒഴുകുന്നത് എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുക എന്ന് പറയും. അപ്പൊ ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പെൺപുഴയായിട്ടും അതുപോലെ തന്നെ കിഴക്കോട്ട് ഒഴുകുന്നതായിട്ട് പൂർവാഭിമുഖമായിട്ട് ഒഴുകുന്നത് നദി, അതുപോലെ പശ്ചിമാഭിമുഖമായിട്ട് ഒഴുകുന്നത് നദം. നദം എന്ന് പറയുന്നത് പശ്ചിമാഭിമുഖമായിട്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. പൂർവമായിട്ട് കിഴക്കോട്ടായിട്ട് ഒഴുകുന്നത്, കിഴക്കോട്ട് അഭിമുഖമായിട്ട് ഒഴുകുന്നത് നദി എന്ന് പറയുന്നു. അപ്പൊ അതിന് നദം എന്നുള്ളത് ആൺപുഴയാണെന്നും നദി എന്നുള്ളത് പെൺപുഴയാണെന്നും ഒക്കെ വേറൊരു പക്ഷത്തിൽ പറയുന്നു. അപ്പം ഇവിടെ ഈ ഭഗവാന്റെ ഞരമ്പുകള് അല്ലെങ്കിൽ നാഡികള് നദികളായിട്ട് മാറുന്നു. പിന്നെ ഗോത്രാണാം അസ്ഥി സംഹതി. പിന്നെയോ ഗോത്രം എന്ന് പറഞ്ഞാല് ഇവിടെ പലതരത്തിലുള്ള അർത്ഥമുണ്ട്. ഗോവിനെ അഥവാ ഭൂമിയെ ത്രാണനം ചെയ്യുന്നത് എന്നാണ് ഗോത്രം എന്നുള്ളൊരു വാക്കിന്റെ. അപ്പൊ ഇവിടെ ഗോത്രം എന്നുള്ളതിന് ഭൂമി എന്നെടുത്താം. ഗോവ് എന്നുള്ളതിന് പല അർത്ഥങ്ങൾ, ഇഷ്ടംപോലെ അർത്ഥങ്ങളുണ്ട്. അറിവെന്നർത്ഥമുണ്ട്, ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങൾ എന്നല്ല, അറിവെന്നുള്ളൊരർത്ഥം. ഇങ്ങനെ പലതരത്തിലുള്ള അർത്ഥങ്ങളുള്ളതിൽ ഇവിടെ ഭൂമി എന്നെടുക്കാം ഗോവ് എന്നുള്ളത്. അപ്പൊ അവിടെ ഭഗവാന്റെ അസ്ഥി എന്നുള്ളത് ഗോത്രം
ഭൂമിയെ ത്രാണനം ചെയ്യുന്നത്. ത്രാണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കുക. ഭൂമിയെ രക്ഷിക്കുന്ന പർവ്വതങ്ങളാണ് ഇവിടെ ഗോത്രം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഭഗവാന്റെ അസ്ഥി എന്നുള്ളത് എന്താണ്? പർവ്വതങ്ങളാണ് എന്ന് അവിടെ പറയുന്നു. അവ്യക്ത രസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച. പിന്നെ അവിടെ പറയാണ് അവ്യക്ത രസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച ഉദരം വിദിതം പുംസോ ഹൃദയം മനസ്സപരം. അതായത് ഉദരം, ഭഗവാന്റെ ഉദരം എന്നുള്ളത് അവ്യക്തം എന്ന തത്വം, അത് സാഖ്യ ദർശനത്തിലെ ഒരു വാക്കാണ് അവ്യക്തം. അതുപോലെ തന്നെ രസസിന്ധൂനാം, രസം, അന്നരസം, അന്നത്തിന്റെ രസം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് അല്ലെ? രസങ്ങള്, മധുരം, അപ്പം അങ്ങനെയുള്ള ആ രസങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ അന്ന രസത്തിന്റെയും ഒക്കെ ഉൽപ്പത്തി സ്ഥാനം, അതുപോലെ തന്നെ സർവ പ്രാണികളുടെയും നിധനം എന്ന് പറഞ്ഞാല് ലയം എന്നുള്ളതാണ്. ലയത്തിന്റെ സ്ഥാനവുമായിട്ട് പറയപ്പെടുന്നു എന്ന് അവിടെ പറയുന്നു. അതായത് എല്ലാം കൂടി ചേരുന്ന ആ ലയമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഉദരം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലെ? എന്താണ്? കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും വരുന്നത്. അപ്പം ഇവിടെ ശരിക്ക് ഈ ഒരു രസമാണ് ശരിക്ക് വൈദ്യശാസ്ത്രപ്രകാരമായിട്ടുള്ള ആദ്യ ധാതു എന്ന് പറയുന്നതും, ധാതുക്കളിൽ ആദ്യത്തെ ധാതു എന്ന് പറയുന്നത് ഇതാണെന്നാ പറയുക. നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ ആ ഒരു ഭാഗം, ധാതു. പിന്നെ നിധനം എന്ന് പറഞ്ഞാല് ലയം എന്നാണ് അവിടെ അർത്ഥം പറയും. ലയം. അപ്പം ഭഗവാന്റെ ഉദരം എന്നുള്ളത് അവ്യക്തം, അതുപോലെ തന്നെ എല്ലാ അന്നരസങ്ങളുടെയും അതുപോലെ തന്നെ ഈ ലയത്തിന്റെയും ഒക്കെ ഉൽപ്പത്തി സ്ഥാനമാകുന്നു ഉദരം, ഭഗവാന്റെ ഉദരം എന്നുള്ളത്. പിന്നെ പറയുന്നു വിരാട് പുരുഷന്റെ ഹൃദയം മനസപദം, മനസ്സിന്റെ സ്ഥാനമായിട്ടും അവിടെ പറയപ്പെടുന്നു. ഭഗവാന്റെ വിരാട് പുരുഷന്റെ ഹൃദയം എന്നുള്ളത് മനസ്സിന്റെ സ്ഥാനമായിട്ട് പറയുന്നു. പിന്നീട് എന്താണ്? ധർമ്മസ്യമേ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാ പരായണം അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനയോഗ്രജാഃ. പിന്നെ ധർമ്മത്തിനും ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച, അങ്ങേ പോലെ, അതായത് നാരദ മഹർഷിയോട് പറയുകയാണ്, നിങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ഞാൻ സൃഷ്ടിച്ചതായിട്ടുള്ള സനൽകുമാരാദികൾ, അതാണ് കുമാരാണാം, സനൽകുമാരാദികൾക്കും പിന്നെ ആരാണ്? ആ പരമേശ്വരനും. ഭവൻ എന്ന് പറഞ്ഞ ആരാണ്? മഹാദേവനാണ് ഭവം. അപ്പം അങ്ങയുടെയും ധർമ്മസ്യ മമതുഭ്യം ച, ധർമ്മത്തിൻ്റെയും എന്റെയും അല്ലെ, മമ എന്റെയും അങ്ങയുടെയും സനകാദികളുടെയും മഹാദേവന്റെയും പിന്നെയോ വിജ്ഞാനസ്യ സത്വസ്യ, വിജ്ഞാനത്തിൻ്റെയും പിന്നെ ച സത്വസ്യ, സത്വഗുണത്തിൻ്റെയും ഒക്കെ പരമമായിട്ടുള്ള സ്ഥാനം, ആ സ്ഥാനം
ആവുന്നു ഏത് ഉദരം എന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ ഉദരം എന്നുള്ളത് ഈ പറഞ്ഞതായിട്ടുള്ള ഹൃദയം മനസപദം ധർമ്മസ്യ മമതുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ സത്വസ്യ പരസ്യാത്മാ പരായണം. അപ്പം അവിടെ പറയുന്നത് പരസ്യാത്മാ പരായണം, ആത്മാവ്. ഇവിടെ പറയുന്നു ഹൃദയം എന്നുള്ളത്, ഭഗവാന്റെ ഹൃദയം എന്നുള്ളത് മനസ്സാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ആത്മാവ് എന്നുള്ളത് എന്താണ്? ധർമ്മം. അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെയും എൻ്റെയും അങ്ങയുടെയും സനകാദികളുടെയും മഹാദേവന്റെയും സകലരുടെയും എന്താണ്? സകലരുടെയും ആസ്ഥാനം എന്നുള്ളത് എന്താണ്? ആത്മാവ് എന്ന് പറഞ്ഞാൽ അവിടെ ആത്മശബ്ദത്തിന് ചിത്തം എന്ന് നമുക്ക് എടുക്കാം. ആത്മശബ്ദത്തിന് ചിത്തം എന്ന് എടുക്കാം. അപ്പം ആ ഭഗവാന്റെ എന്താണ് ചിത്തം, അന്ധകരണങ്ങളിൽ ചിത്തം എന്നുള്ളത് 4 അന്ധകരണങ്ങളിൽ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിൽ ഭഗവാന്റെ ആ ചിത്തം എന്നുള്ളത് എന്താണ്? ഈ ധർമ്മത്തിൻ്റെയും മറ്റ് എല്ലാ അധിഷ്ഠാന ദേവതയ്ക്കും എനിക്കും തനിക്കും സനകാദികൾക്കും മഹാദേവനും ഒക്കെ ജ്ഞാനത്തിനും വിജ്ഞാനത്തിനും സത്വഗുണത്തിനും ഒക്കെ ഒരു ഉൽപ്പത്തി സ്ഥാനമായിട്ട് ആസ്ഥാനമായിട്ട് മാറുന്നു. ഇവിടെ പറയുന്നത് ഈ ആത്മാവ് എന്നുള്ളതിന് ചിത്തമായിട്ട് നമുക്കിവിടെ എടുക്കാൻ സാധിക്കും. അന്ധകരണങ്ങള് 4 അന്ധകരണങ്ങളിൽ മനസ്സ് ബുദ്ധി അഹങ്കാര ചിത്തം, അതില് ആത്മാചിത്തം പരമയനം ഏവം താവൽ പരമേശ്വരാജാതം വിശ്വം തതോന ഭിന്നം യഥാ കുണ്ടലം സുവർണാന്ന പൃഥക്ക്. അതായത് ഈ ആഭരണങ്ങള് പലതായിട്ടാണെങ്കിൽ പോലും എല്ലാത്തിൻ്റെയും മൂലം എന്നുള്ളത് സ്വർണം ആണ് എന്ന് പറയുന്നത് പോലെ ആണ് പറയുന്നത്. ഇവിടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ എന്താണ്? ആത്മാവിൻ്റെ വേറെ ഒരു ഭാഗങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ആത്മാവ് തന്നെയാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ചിത്തത്തെയും നമ്മൾ ആത്മാവായിട്ട് ഇവിടെ സ്വീകരിക്കുന്നത് എന്ന് പറയണം. അപ്പം ആത്മാവെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ചിത്തം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഭഗവാന്റെ ചിത്തം എന്നത് എന്താണ്? എല്ലാവരുടെയും മുഖ്യ സ്ഥാനമാകുന്നു. എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ശക്തി അല്ലെ, ആത്മാവ് എന്നുള്ള ആ ഒരു ശക്തിയാണ് ഭഗവാന്റെ ചിത്തം. അത് മനസ്സിലാക്കണം, പ്രത്യേകം മനസ്സിലാക്കുക. നമ്മൾ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളെയാണ് പറയുന്നത് ഇപ്പം. അപ്പം ഭഗവാന്റെ ഓരോരോ അവയവങ്ങൾ, ഈ ചിത്തം എന്നുള്ളത്, ഭഗവാന്റെ ചിത്തം എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലെ ആത്മശക്തിയായിട്ട് വിളങ്ങുന്നത്. നമ്മൾ പറയുന്നുണ്ടല്ലോ എല്ലാവരുടെയും ഉള്ളില് ഈശ്വര ശക്തിയുണ്ട്, ബോധസ്വരൂപനായിട്ട് വർത്തിക്കുന്നു എന്ന് പറയുന്നു. ഇനി അന്ധകരണങ്ങളിൽ ഈ ചിത്തത്തിന്റെ ഡ്യൂട്ടി എന്താണ്, ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ചിത്തത്തിന്റെ ഡ്യൂട്ടിയാണ് അനുഭവിക്കുക എന്നുള്ളത്. അനുഭവിക്കുക എന്നുള്ളതാണ് ശരിക്ക് ചിത്തത്തിന്റെ ഡ്യൂട്ടി. 4 അന്ധകരണങ്ങളുണ്ടെങ്കിൽ ഈ 4 അന്ധകരണങ്ങൾക്കും 4 കർമ്മങ്ങളാണ് അവരുടെ ഓരോന്നിനും. അതായത് മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് മനസ്സ് ശരിക്കും. പിന്നെയോ ബുദ്ധി എന്താണ്? ഇനി എന്താണോ വേണ്ടത്, എന്താണോ വേണ്ടാത്തത്, ഇതിനെക്കുറിച്ച് ഇങ്ങനെ പരതി നടക്കലാണ് യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഡ്യൂട്ടി. അതിനെ നിശ്ചയിക്കലാണ് ആര്? ബുദ്ധി. അതിനെ നിശ്ചയിക്കലാണ് ആ ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെയോ ആ നിശ്ചയിച്ചതിനെ എന്താണ്? സ്മൃതിയാക്കുക. സ്മൃതി, അതിനെ രൂപം ഉറപ്പിക്കല്. പിന്നെ എന്താണ്? ആ സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവിക്കുക അല്ലെ. സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവിക്കുക എന്നല്ലേ. സ്മൃതി രൂപമാണ് യഥാർത്ഥത്തിൽ ചിത്തം എന്ന് പറയുന്നത്. അപ്പം ഈ മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളെ നിശ്ചയിക്കുന്ന ബുദ്ധി, ആ ബുദ്ധി നിശ്ചയിച്ചതിനെ സ്മൃതി അനുഭവിക്കലാണ് ചിത്തം. പിന്നെ ഏതാണ്? അഹങ്കാരം എന്നുള്ളത്. അഹങ്കാരം എന്നുള്ളത്
അല്ലെ, ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ബോധം വരുന്നതാണ് അഹങ്കാരം. ഇപ്പൊ ഇതാണ് ഈ അന്ധക്കരണങ്ങളുടെ 4 തലങ്ങൾ ഇതാണ്. അപ്പം അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പം ആ അനുഭവിക്കല്, ഭഗവാന്റെ ആ സ്മൃതി രൂപം എന്നുള്ളത്, അനുഭവിക്കൽ എന്നുള്ളത് എന്താണ്? എല്ലാവരുടെയും മുഖ്യമായിട്ടുള്ള ആത്മശക്തിയായിട്ട് നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന ബോധമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. ബോധമാണ്, എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ബോധമാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ചിത്തം എന്ന് അവിടെ പറയുന്നു. അതായത് ഈ പ്രപഞ്ചം എന്നുള്ളത് ഒരിക്കലും ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ല, ഈശ്വരമയം തന്നെ എന്നുള്ളതിനെ അവിടെ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്തം എന്നുള്ള ഒരു ഭാഗം അവിടെ, ആത്മാവ് എന്നുള്ളൊരു ഭാഷയിൽ അവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരങ്കിൽ നിന്ന് ഭിന്നമായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടാവുക സാധ്യമല്ല എന്ന് അവിടെ പറയുന്നു. പിന്നീട് എന്താണ് അതിനുശേഷം? അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനിയോഗ്രജാഹ. അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനിയോഗ്രജാഹ സുരാസുരനരാ നാഗാ ഖഗാ മൃഗസരീസൃപാഹ. പിന്നീട് പറയുകയാണ് അവിടെ, അത് പറയുന്നതിന് മുമ്പ് ഈ ഞാനും അങ്ങയും അതുപോലെ തന്നെ മഹാദേവനും എല്ലാവരുടെയും, സനകാദികളുടെയും മരീചികളുടെയും മുനിമാരും സുരന്മാരും അസുരന്മാരും മനുഷ്യരും പിന്നെന്താ ഉള്ളത്, നാഗ ഖഗ മൃഗസരീസൃപാഹ. സരീസൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സർപ്പം മുതലായ ഇഴജീവികളാണത്. പിന്നെ ഉഭയജീവികളും ഗന്ധർവന്മാരും അപ്സരസുകളും യക്ഷന്മാരും രക്ഷസുകളും ഭൂതഗണങ്ങളും അല്ലെ, പശുക്കളും പിതൃക്കളും സിദ്ധന്മാരും വിദ്യാധരന്മാര് ചാരണന്മാര്, ഇതെല്ലാമാണ് ആ ശ്ലോകത്തിലൂടെ പറയുന്നത്. അന്യേച വിവിധാജീവ ജലസ്ഥല നഭൗകസ, അതായത് ജലത്തിലും കരയിലും നഭസിലും ഒക്കെ അധിവസിക്കുന്ന മുമ്പ് അങ്ങനെയുള്ള അന്യേച വിവിധാജീവ, പലതരത്തിലുള്ള ജീവജാലങ്ങള്, അതായത് മുമ്പ് പറയുവാൻ അവശേഷിച്ചതായിട്ടുള്ള ജീവജാലങ്ങളും, പിന്നെയോ ഗ്രഹക്ഷകേതവസ്താരാസ്തടിതസ്തനയിത്നവ, പിന്നെ കുജൻ തുടങ്ങിയതായിട്ടുള്ള ഗ്രഹങ്ങള് അല്ലെ, ഗ്രഹങ്ങള് അശ്വതി തുടങ്ങിയതായിട്ടുള്ള നക്ഷത്രങ്ങള്, കേതുക്കള്, നക്ഷത്രങ്ങള്, മിന്നൽ പിണരുകള്, സ്തനയിത്നവ എന്ന് പറഞ്ഞാൽ മിന്നൽ പിണരുകള്, പിന്നെ മേഘങ്ങള്, ഗർജിക്കുന്ന മേഘങ്ങള്, സർവ പുരുഷ ഏവേദം ഭൂതം ഭവ്യം ഭവച്ചയൽ. അപ്പം ഇതെല്ലാം ഈ വിരാട് പുരുഷൻ തന്നെയാണ് എന്ന് അവിടെ സ്ഥാപിക്കുകയാണ്. പുരുഷ ഏവേദം സർവം ഭൂതം യച്ഛഭവ്യം. അപ്പം എല്ലാം ഈ വിരാട് സ്വരൂപൻ ആണ് എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുകയാണ്. യാതൊന്ന് ഇവിടെ ഭൂതകാലത്ത് ഉണ്ടായോ, യാതൊന്ന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നുവോ, യാതൊന്ന് ഈ വർത്തമാനകാലത്തിൽ നിലനിൽക്കുന്നുവോ, അതെല്ലാം ആരാണ്? ഭഗവാൻ തന്നെയാണ്, വിരാട് പുരുഷൻ തന്നെയാണ് എന്ന് അവിടെ നമ്മളെ ഉറപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അംശങ്ങൾ എന്നർത്ഥം. ഇത് തന്നെ നമുക്കിനി ഈ ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി എന്നുള്ളത് തൃതീയത്തിലും ഇനി നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും, അല്ലെ, അധ്യായങ്ങൾ കാണാൻ സാധിക്കും. നാരദ ചരിത്രം ശരിക്കും പ്രഥമസ്കന്ധത്തില് വന്നു. പിന്നീട് ഇനി രുദ്രന്റെ ആവിർഭാവം, രുദ്രോൽപത്തി, അത് ബ്രഹ്മാവിന്റെ അല്ലെ നെറ്റിയിൽ നിന്നാണ് എന്ന് ഒക്കെ പല
ഇതിലും എല്ലാ പുരാണങ്ങളിലും നമുക്കറിയാം ആ ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നാണ് രുദ്രന്റെ ഉൽപ്പത്തി എന്നുള്ളതും പിന്നീട് സനകാദികള് ഇവരുടെയൊക്കെ ഉൽപ്പത്തിയൊക്കെ നമുക്ക് തൃതീയത്തില് നമുക്ക് കാണാൻ സാധിക്കും. സ്വയംഭൂമനു, ശതരൂപ, കാരണം ഇതെല്ലാം ഓരോ സൃഷ്ടികളെ കുറിച്ച് ഒരുമിച്ചങ്ങ് പറഞ്ഞിരിക്കുക. ഇവിടെ മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് അത്. അപ്പൊ മനുഷ്യന്റെ ഉൽപ്പത്തികളെ കുറിച്ചും ഒക്കെ അവിടെ കാണിക്കും. പിന്നെ സുരന്മാര്, ദേവന്മാര് ഒക്കെ, കശ്യപ പ്രജാപതിക്ക് അതിഥിയിലുണ്ടാകുന്ന പുത്രന്മാര് അല്ലെ, ദിതിയിലുണ്ടാവുന്നത് ദൈത്യന്മാര്, ധനുവിലുണ്ടാവുന്നത് ധനുജന്മാര്, ആ കശ്യപന്റെ വംശം വർണ്ണിക്കുമ്പോൾ അവിടെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നുള്ള പുത്രന്മാര്, പിന്നെ അവരുടെ അവരുടെ പരമ്പരകളാണ് ശരിക്ക് ദൈത്യന്മാര് എന്ന് പറയുന്നത്. ഈ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ ആദ്യം ഉണ്ടാകുന്നത് അല്ലെ ദിതിക്ക്. പിന്നെ അവരുടെ വംശമാണ് പിന്നീട് ദൈത്യന്മാരായിട്ട് അറിയപ്പെടുന്നത്. ധനുവില് ജനിച്ചിട്ടുള്ളവര് ധനുജന്മാര്. പിന്നെ അവിടെ 13 മുതൽ 15 കൂടിയുള്ള ശ്ലോകങ്ങളിലൊക്കെ വിവരിച്ചിട്ടുള്ളത് ജീവജാലങ്ങൾ മിക്കവരുടെയും ഒക്കെ ഉൽപ്പത്തിയെ കുറിച്ചൊക്കെ നമുക്കിനി ഷഷ്ഠസ്കന്ധത്തില് 6-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്താണ്, ആ പ്രചേതസ്സുകളുടെ പുത്രനായിക്കൊണ്ട് ദക്ഷൻ ഇതാണ് അസിക്കിനി വിവാഹം കഴിച്ചതും, ആ അസിക്കിനിയില് അല്ലെ ഹരീശ്വരന്മാര് ഉണ്ടായ നാരദ മഹർഷി അവരെ ഭഗവാനിലേക്ക് എത്തിച്ചു. പിന്നെ ശബളാശ്വന്മാര്, അതിനുശേഷം എന്താണ്, ഒരു 60 പെൺകുട്ടികൾ ഉണ്ടായി, 60 കന്യകമാര്. അതിലാണ് അശ്വിന്യാദി 27 നാളുകളെ ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്തത്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ പ്രജാപതിക്കും പിന്നെ ആ ദക്ഷപ്രജാപതിക്ക് കൊടുത്തതും ഒക്കെ ആയിട്ട്, അങ്ങനെ ആ ദക്ഷപുത്രിമാരിൽ ഉണ്ടായ സന്താനങ്ങളാണ് പിന്നീട് ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും ഒക്കെ. അവിടെ ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് ഇനി വരുന്ന സ്ഥലത്തൊക്കെ കാണാൻ സാധിക്കും ആ സൃഷ്ടിയുടെ. പിന്നെ അവിടെ നമുക്ക് വരാവുന്നത് സരീസൃപം എന്ന് പറയുന്നത് മൃഗസരീസൃപാഹ. സരീസൃപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഴയ ജീവികൾ, സർപ്പം പോലെയുള്ള പാമ്പുകളെയാണ് സരീസൃപം എന്ന് പറയുന്നത്. പശവ പിതരസിദ്ധാ വിദ്യാധ്രാശ്ചാരണാദ്രുമാഹ. പിന്നെയോ പശു എന്ന ശബ്ദത്തില് 7 തരത്തിലുള്ള ജീവജാലങ്ങളാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. ഗൗരജോ മനുജോശ്വശ്ച മേഷ അശ്വതര ഗർദഭാഹ ഗ്രാമ്യ സപ്തസമാഖ്യാതാഹ പശവ സാധുവേദിഭി. ഗൗരജോ മനുജോശ്വശ്ച മേഷ അശ്വതര ഗർദഭാഹ ഗ്രാമ്യ സപ്തസമാഖ്യാതാഹ പശവ സാധുവേദിഭി. ഗ്രാമപശു അല്ലെങ്കിൽ ഗ്രാമ്യ പശു എന്നുള്ള രീതിയിൽ ഒരു പ്രമാണത്തില് കാണാം. ഭാവദീപം എന്നുള്ളൊരു പ്രമാണത്തിലുള്ള ശ്ലോകമാണിത്. അതിൽ പറയുന്നത് പശുക്കള് നമ്മൾ പറയുന്ന, മലയാളത്തിൽ പറയുന്ന പശു. പിന്നെ ആട്, ഗൗരജോ മനുജോശ്വശ്ച, അവിടെ പിന്നെ മനുഷ്യര്, കുതിര, അശ്വം, പിന്നെ മുട്ടനാട്, പിന്നെ അശ്വതരം എന്ന ഒരു സങ്കരമൃഗം, പിന്നെ ഗർദഭം എന്ന് പറഞ്ഞാൽ കഴുത. ഇങ്ങനെ 7 എണ്ണമാണ് ഗ്രാമ്യ പശുക്കൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഗോവ്, ആട്, മനുഷ്യൻ, കുതിര, മുട്ടാട്, അശ്വതരം എന്നുള്ളൊരു സങ്കരവർഗം, കഴുത. ഇങ്ങനെ 7 തരത്തിലുള്ളവരാണ് പശവഹ എന്നുള്ള തരത്തിൽ പെടുന്നത്. പിന്നെയോ കേതു, അവിടെ കേതു എന്ന് പറയുന്നില്ലേ, പശവഹ ഇതരസിദ്ധ വിദ്യാധ്ര ശാരണാദ്രുമാഹ അന്യേച വിവിധാജീവ ജലസ്ഥലനഭൗകസ ഗ്രഹക്ഷകേതവസ്താരാ സ്ഥടിതസ്തനയിത്നവ
ഗ്രഹങ്ങളും പിന്നെ കേതുക്കൾ എന്നവിടെ പറയുന്നുണ്ട്. കേതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഹുവിന്റെ പുത്രന്മാരാണ് എന്ന് പറയാം. അവിടുത്തെ കേതുക്കൾ എന്ന് പറഞ്ഞത് രാഹുവിന്റെ പുത്രന്മാരാണെന്ന്. അവയുടെ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 33 എന്ന് ബൃഹത് സംഹിതയില് വരാഹമിഹിരൻ ബൃഹത് സംഹിതയിൽ പറയുന്നു. താമസകീലകസജ്ഞ രാഹുസുതാഹ കേതവസ്ത്രയത്രിംശൽ എന്ന് വരാഹമിഹിരൻ ബൃഹത് സംഹിതയിൽ ഈ കേതുവിന്റെ പുത്രന്മാരുടെ പറ്റി പറയുന്നു. അതാണ് അവിടെ പറയുന്നത്. ആ ഗ്രഹക്ഷ കേതവ എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കേതുക്കളെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെ അതാണ്. അങ്ങനെ കേതുവിന്റെ ഉൽപ്പത്തിയൊക്കെ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? അഷ്ടമസ്കന്ധത്തില് അമൃതമഥനം കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പുരുഷ സൂക്തത്തിലെ ഒരു പ്രസക്ത ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നും അവിടെ. അതായത് എല്ലാം ജഗത്തിലുള്ള പുരുഷ ഏവേദം സർവം ഭൂതം യച്ഛ ഭവ്യം, അതായത് ഭൂതമായിട്ടുള്ളതും ഭാവിയിലേക്ക് വരാൻ പോകുന്നതും വർത്തമാനത്തിലുള്ളതും ഒക്കെ പുരുഷ ഏവേദം സർവം എല്ലാം ആ വിരാട് പുരുഷൻ തന്നെയാണ് എന്നുള്ളതിനെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്കത് കാണിച്ചു തരുന്നത്. അപ്പം ഈ ജഗത്ത് മുഴുവൻ എന്താണ്? ആ പരമാത്മഭൂതനായിട്ടുള്ള പുരുഷൻ തന്നെയാണ്. കാരണം അത് പറയാൻ കാരണം എന്താണ്? ഭഗവാന്റെ ചിത്തം എന്നുള്ളത് അല്ലേ പറഞ്ഞു നമ്മൾ. ഭഗവാന്റെ ചിത്തം എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിലുള്ള ബോധം അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളതാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചോടെ. അപ്പൊ ഈ ചിത്തം എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ചിത്തവും അങ്ങനെ തന്നെ അവിടെ എടുക്കണം എന്ന് പറയാണ് അല്ലേ. നമ്മൾ ആ ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. നമ്മളുടെ അന്ധകരണങ്ങളിലെ ചിത്തം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്തായി? എല്ലാവരുടെയും ഉള്ളിലുള്ള ബോധം ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ചിത്തം. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ തന്നെ കാരണം അതാണ്. അനുഭവമാണ് ചിത്തം എന്ന് പറയുന്നത്. ചിത്തത്തിന്റെ വൃത്തി അത് തന്നെയാണ്, അനുഭവിക്കുക എന്നുള്ളതാണ് അവിടെ. ചിത്തവൃത്തി നിരോധ എന്ന് നമുക്ക് ദശമസ്കന്ധത്തിന്റെ ലക്ഷണം പറയില്ലേ? എന്താ ലക്ഷണം? ദശമസ്കന്ധത്തിന്റെ ലക്ഷണം ചിത്തവൃത്തി നിരോധ. ചിത്തത്തെ എന്താണ്? മറ്റുള്ളതിൽ നിന്ന് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മൾ രണ്ടായിട്ട് കാണുന്ന മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് എല്ലാവരെയും ഒന്നായിട്ട് കാണുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ അനുഭവിപ്പിക്കുക. അതാണ് ശരിക്കും ചിത്തം. അതാണ് ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത്. നിരോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്തത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ആസ്ഥാനത്തേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ ചിത്തം എന്നുള്ളത് എല്ലാവരുടെയും ആത്മ ചൈതന്യം അല്ല ബോധമാണ് എന്ന് പറയുമ്പോൾ എന്തായി? ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ചിത്തം ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. പിന്നെ വിരാട് പുരുഷന്റെ ആ വിഭൂതികളെയൊക്കെ പുരുഷ സൂക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ദൃഢീകരിക്കുക, അതിനെ ഉറപ്പിക്കുക. ഇതാണ് ഒരു പൂർവമീമാംസയിലെ ചില തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ ഓരോന്നും ഇതിനകത്ത് ഈ ഭാഗവതത്തിലും അതിനെ ഒന്ന് ഈ ഒരു രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ് ശരിക്കും. അപ്പൊ വേദത്തിൽ പറഞ്ഞത് മുഴുവൻ അത് പ്രമാണമായിട്ട് എന്താണ് ഭാഗവതത്തിലേക്ക് കൊണ്ടുവരികയാണ് ശരിക്കും. വേദത്തിലെ പ്രമാണം അവിടെയുണ്ട്, അത് അതേപോലെ തന്നെ വേറൊരു രീതിയിൽ നമ്മൾക്ക് ആ പുരുഷ സൂക്തത്തെ നമുക്കായിട്ട് ശ്രാവ്യേ ചതുരോ വർണ്ണാൻ, അതായത് അതിനെ വേണ്ട രീതിയിൽ പ്രമാണീകരിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ് ശരിക്കും ആ പുരുഷ സൂക്തത്തിന്റെ താല്പര്യങ്ങളെ മുഴുവൻ. അത് കൂടാതെ എന്താണ് ഒരു കാവ്യ ഭംഗിയൊക്കെ കൂടിയോട് അതിശയത്തോടു കൂടിയുള്ള വിവരണങ്ങളാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളതൊക്കെ എല്ലാം എന്താണ് വേദത്തില് ഉള്ളവ തന്നെയാണ്. അത് സത്യമാണെന്നും ഒക്കെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ പുരുഷ സൂക്തത്തെ അവലംബിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷി ഈ സൃഷ്ടി പ്രകരണം
ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് നമുക്കതിങ്ങനെ വിസ്തരിക്കാനില്ല ശരിക്കും. അതാണ് അതിനകത്ത് നോക്കാനുള്ളത്. ഇപ്പൊ എല്ലാം ഭഗവാന്റെ ഞരമ്പുകളും അതുപോലെ തന്നെ ഉദരം അതുപോലെ തന്നെ എന്താണ് ഭഗവാന്റെ ആത്മധർമ്മസ്യ മമതുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യ ആത്മാപരായണം. ചിത്തമാണ് ധർമ്മം, അതുപോലെ തന്നെ വിജ്ഞാനം, സത്വഗുണം, ഇതിന്റെ ഒക്കെ ആസ്ഥാനം എന്നുള്ളത്. അപ്പം അതൊക്കെ എന്താണെന്നാ പറയുന്നത്? ചിത്തമാണെന്ന് പറയുമ്പോഴത്തേക്കും അനുഭവമാണെന്നുള്ളതാണ് അതിന്റെ സത്യം. അതൊക്കെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ധർമ്മം അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സത്വഗുണം അനുഭവത്തിലൂടെ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്റെ സത്വഗുണമായിരിക്കില്ല മറ്റൊരാളുടെ സത്വഗുണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഈ സത്വരജ തമോ ഗുണങ്ങള് ഒന്നിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇപ്പൊ എന്റെ സത്വഗുണമായിരിക്കില്ല മറ്റൊരാളുടെ സത്വഗുണം. എന്തേ അങ്ങനെ പറയാൻ കാരണം? എന്റെ മനസ്സിനെ അനുഭവിപ്പിക്കുന്ന സത്വഗുണത്തിന് ആധാരമായിട്ടുള്ള വസ്തു ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് തമോ ഗുണമായിരിക്കും, മറ്റുള്ളവർക്ക് ചിലപ്പോൾ രജോ ഗുണമായിരിക്കും. അത് എന്താണ്? അവരവരെ ആശ്രയിക്കുന്നതാണ് എന്ന് പറയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അനുഭവം എന്നുള്ളത്. ചിത്തം എന്നുള്ളത് നമ്മൾ എപ്പോഴും അനുഭവം നിർത്താതെ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ അനുഭവം എന്നുള്ളത് നമ്മൾ എല്ലാ ജീവജാലങ്ങളുടെയും അനുഭവം എൻ്റെ അനുഭവമായിട്ട് മാറ്റണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ചിത്തം എന്നുള്ളത് സകല ധർമ്മത്തിന്റെയും സത്വഗുണത്തിന്റെയും അതുപോലെ തന്നെ എന്താ പറയണ്ടേ ബാക്കി എല്ലാം എന്താണ് വിജ്ഞാനത്തിന്റെയും ഒക്കെ ആസ്ഥാനമാണ് എന്ന് പറയാണ്. അപ്പൊ ആ അനുഭവം എന്നുള്ളതാണ് അവിടെ കാണിക്കുന്ന ആ ആത്മാ എന്ന്, ഭഗവാന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാന്റെ ചിത്തം എന്നുള്ളത് അനുഭവമാണ് അവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് അവിടെയുള്ള സുരാസുരനര അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനിയോ അഗ്രജാഹ, അതെല്ലാം ഞാനും എല്ലാവരും എന്താണ് ആ ശിവനും വിജ്ഞാനവും അല്ല എന്താണ് ഞാനും അതുപോലെ അങ്ങും അല്ലെ, അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനിയോ അഗ്രജാഹ, എന്താ പറയാ പ്രജാപതിമാരും സനൽകുമാരാദികളും മഹാദേവനും ഒക്കെ സനകാദികളും സത്വഗുണങ്ങളും പരമമായിട്ടുള്ള അതിൻ്റെ ഒക്കെ ഒരു ആസ്ഥാനം എന്നുള്ളത് എന്താണ്? അതിൻ്റെ ഒക്കെ ആസ്ഥാനമാണ് ഭഗവാന്റെ ചിത്തം. അതിൽ മുഴുവനും കൂടെ ഒരുമിച്ച് അത് പറയുന്നത് അവിടെ. അതുകൊണ്ടാണ് അവസാനം എന്നിട്ട് പറയുന്നത് സർവം പുരുഷ വേദം ഭൂതം ഭവ്യം ഭവച്ചേ. അപ്പം ഇവിടെ ഉണ്ടായിരുന്നതും ഉണ്ടാവുന്നതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എല്ലാം എന്താണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാന് മാത്രമേ അത് എല്ലാ കാലത്തും ഒരേ അനുഭവത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. ഭഗവാന്റെ ചിത്തമാണ് ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ ഒക്കെ ആധാരം, നമ്മളൊക്കെ ഭഗവാന്റെ ചിത്തമായിട്ട് വരും നമ്മളുടെയൊക്കെ ബോധം എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും സകല ജീവജാലങ്ങളുടെയും നമ്മൾ ഈ സസ്യങ്ങളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ ഇവരുടെ ഒക്കെ ഉള്ളിലുള്ള ആ ബോധം എന്നുള്ളത് അത് എപ്പോഴാണ്? അത് ഭൂതകാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്, ഭാവി കാലത്തുമുണ്ട്. അതിന് നാശം ഉണ്ടാവുന്നില്ല. ഇതാണ് മരണമില്ല എന്നുള്ള ഒരു സത്യത്തെ നമ്മളെ ഉറപ്പിക്കുന്നതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം അതാണ് ചിത്തം എന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ ചിത്തം എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ കാണിച്ചു തരുന്നത് അതാണ്. പുരുഷ ഏവേദം സർവം ഭൂതം യച്ഛഭവ്യം എന്നുള്ളതാണ്. എല്ലാം ഏവായുധം എല്ലാം ആ വിരാട് പുരുഷനാണ്. സർവം പുരുഷം അതായത് എല്ലാം, അതായത് ത്രികാലങ്ങളിലും ഉള്ളത്, ഇനി വരാൻ പോകുന്നതും ഇപ്പം ഉള്ളതും ഒക്കെ. വേറെ ഒന്നും ഇവിടെ എക്സ്ട്രാ ഇല്ല എന്നർത്ഥം. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം എന്താണ് സ്വരാട്ട് എന്ന് പറഞ്ഞില്ലേ? സ്വരാട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ശരിക്കും? സ്വയം പ്രകാശിക്കുന്ന. ഈ സ്വയം പ്രകാശിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ നമുക്ക് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞ വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അപ്പം
നമ്മളുടെ ഉള്ളിൽ ജ്ഞാനപ്രകാശം ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മളുടെ ഉള്ളിലെ ബോധസ്വരൂപൻ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. വേറെ ആരും വിചാരിച്ചാലും നടക്കുക. വേറെ ആരും വിചാരിച്ചാലും സാധിക്കില്ല. അതാണ് അതിൽ നിന്ന് നമുക്ക് ശരിക്കും. അപ്പം ശരിക്കും ആ ജന്മാദ്യസ്യ തോന്നുയാതി തരതശ്ച, അത് ആ ശ്ലോകത്തിന്റെ ശരിക്കും നോക്കിക്കഴിഞ്ഞാല് നമ്മളെ കുറിച്ചുള്ള ഈ ഞാൻ എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ആ ശക്തിയെ കുറിച്ചുള്ള ശ്ലോകം. സ്വരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒരാൾക്കും നമ്മളെ കാണിക്കാൻ സാധിക്കില്ല. പറ്റുമോ? വേറൊരാൾക്ക് എൻ്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് ഇന്നതിനെ കാണിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. ഞാൻ വിചാരിച്ചാൽ മാത്രമേ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്വരാട്ടം എന്ന് പറയുന്നത്. സ്വയം പ്രകാശിക്കുക, സ്വയം രാജ്യത്തെ ഇത് സ്വരാട്ട്. അപ്പൊ അത് നമുക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. വേറെ ആർക്കും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുവാനോ നമ്മളെ കൊണ്ട് ഇന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഭൗതികമായിട്ടുള്ള വേഷവിധാനത്തോടുകൂടി അല്ലെങ്കിൽ ശരീരത്തോടു കൂടിയിട്ടുള്ള ഒരു ഗുരുനാഥൻ ഒരിക്കലും ഗുരുനാഥനല്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ? ഗുരുനാഥൻ എവിടെയാണ് ശരിക്കും? യഥാർത്ഥത്തിൽ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധം തന്നെയാണ്. ആ ബോധത്തിനെ നമ്മളെ കൊണ്ട് ജയിക്കാൻ സാധിക്കുള്ളൂ. വേറെ ആര് വിചാരിച്ചാലും അല്ലേ, നമ്മളുടെ ബുദ്ധിയെ ആർക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ? അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എന്നേ ഇതെല്ലാം മനസ്സിലാക്കിയേനെ അല്ലേ? അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മളുടെ ഉള്ളിലുള്ള ആ ബോധ സ്വരൂപം തന്നെയുള്ളൂ. അത് നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ അതിനെ ഇതാക്കാൻ സാധിക്കുള്ളൂ. അതാണ് ശരിക്കും. അപ്പം ഈ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ ചിത്തം എന്നുള്ളത്, നമ്മളുടെ അനുഭവം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. അവിടെയാണ് യഥാർത്ഥത്തില് ആ ആധ്യാത്മികത അല്ലെങ്കിൽ ആ ഈശ്വര പ്രേമം. ഈ ഈശ്വര പ്രേമം എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനാകലാണ് ഭക്തി. അതാണ് ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാല്. ശരിക്കും ഈശ്വരനാക. നമുക്കൊക്കെ ഭക്തി എന്ന് പറഞ്ഞാല് എന്തോ ഒരു ആരോടോ ഉള്ള ഒരു പ്രത്യേക ഒരു സ്നേഹം എന്ന് നമ്മൾ പറയാ അല്ലെ? ഈശ്വരൻ അല്ലെങ്കിൽ സർവ്വ ചരാചരങ്ങളെയും സാക്ഷിയായി നിർത്തുന്ന ഈശ്വരനെയാണ് യഥാർത്ഥത്തില്. അങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി എന്താണ് ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞാൽ എന്നെ തന്നെ ഇഷ്ടപ്പെടുക. അതാ ഭക്തി. എൻ്റെ ഉള്ളിലുള്ള എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന ആ ബോധസ്വരൂപനെ കളങ്കമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണ് ഭക്തി. അതാണ് ഇവിടെ ശരിക്കും ഭക്തി എന്നുള്ള ഒരു വാക്കിന് എടുക്കേണ്ടത്. അപ്പം നമ്മളെപ്പോഴും ഈ സൃഷ്ടിയെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കിത് ഇതിലേക്ക് എത്താൻ എളുപ്പമല്ല. നമുക്കിന്ന് ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 തലയൊക്കെ ആയിട്ട് അല്ലെ, ഇങ്ങനെ മുകളിലിരിക്കുന്ന ഒരാളെന്നുള്ളൊരു തോന്നല്. ശരിക്കും ബ്രഹ്മാവ് എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയല്ല. ശരിക്കും വ്യക്തിയല്ല. 4 മുഖങ്ങള് എന്നൊക്കെ പറയുന്നത് 4 അന്ധകരണങ്ങളാണ്. ശരിക്കും 4 അന്ധകരണം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈ ബ്രഹ്മാവ്. ഈ സൃഷ്ടിയില്ലേ, സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എന്താ സൃഷ്ടി എന്ന് പറഞ്ഞാൽ? ഉണ്ടാക്കുക. എന്തുണ്ടാക്കുക? നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ പലതും അല്ലെ, നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നു. ആ ചിന്തകൾ നമ്മൾ എന്തായി അത് നടത്തുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവുന്നു. അത് നടത്തി കഴിയുമ്പോഴത്തേക്കും അത് എന്താണ്? സൃഷ്ടി സ്ഥിതി സംഹാരം അവിടെ തീരാണ്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്നും സൃഷ്ടിയായിട്ട് ഇങ്ങനെ നടക്കുകയാണത്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിരാട് സ്വരൂപൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്ന് ഉള്ള ഒരു ബോധം നമുക്ക് എത്തുമ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ സൃഷ്ടി എന്നുള്ളതിനെ എത്ര ലളിതമായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. മറ്റത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഈ ഓരോന്നിനും നമ്മൾ ഓരോ രൂപങ്ങളും ആകൃതിയൊക്കെ കൊടുക്കും. അതെ, ബ്രഹ്മാവ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കും. മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഇങ്ങനെ ബ്രഹ്മാവ് മുളച്ചു വന്നു, 4 തലയുള്ള ബ്രഹ്മാവ്. അപ്പൊ അതിൻ്റെയൊക്കെ താത്വികമായിട്ടുള്ള വശങ്ങളിലൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കുമ്പം യഥാർത്ഥമായിട്ടുള്ള ഈ വിരാട് സ്വരൂപൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കിതിനെ പഠിച്ചാലേ നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തേനേദമാവൃതം വിശ്വം വിതസ്തിമധിതിഷ്ഠതി സ്വധിഷ്ണിം പ്രതപൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസൗ.
തേനേദമാവൃതം വിശ്വം വിതസ്തിമധിതിഷ്ഠതി. തേന ഇദം ആവൃതം വിശ്വം വിതസ്തി അധിതിഷ്ഠതി സ്വധിഷ്ണ്യം പ്രതപൻ പ്രാണഃ ബഹിഃ ച പ്രതപത്തി അസൗ പ്രതപതി അസൗ. ഇനി അതിന്റെ അന്വയം നോക്കാം. ഇദം വിശ്വം തേന ആവൃതം വിതസ്തിം അധിതിഷ്ഠതി. അസൗ പ്രാണഃ സ്വധിഷ്ണ്യം പ്രതപൻ ബഹി ച പ്രതപതി. ഇദം വിശ്വം, ഈ വിശ്വം തേന ആവൃതം. തേന എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എന്ന് പറഞ്ഞാൽ ഏതിന്റെ? ഇപ്പൊ ഇവിടെ വിരാട് സ്വരൂപന്റെ അല്ലെ, ഭഗവാന്റെ ആ വിരാട് സ്വരൂപനാൽ ഈ വിശ്വം, ഈ പ്രപഞ്ചം ആവൃതമാണ് എന്ന് പറയാണ്. അപ്പം ഈ വിരാട് പുരുഷനാൽ ആവൃതമായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുകയാണ്. പിന്നെ വിതസ്തിം, പിന്നെയോ അതിൽ നിന്നും കവിഞ്ഞുകൊണ്ട്, അതിലും കവിഞ്ഞുകൊണ്ട് അധിതിഷ്ഠതി, അത് കവിഞ്ഞും നിൽക്കുന്നു. അസൗ പ്രാണഃ, അസൗ പ്രാണഃ, ഈ പ്രാണഃ, ഈ സൂര്യൻ സ്വധിഷ്ണ്യം പ്രതപൻ ബഹിഃ ച പ്രതപതി. സ്വധിഷ്ണ്യം, സ്വസ്ഥാനത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ബഹിഃ, ബഹി എന്നാൽ ബാഹ്യ ലോകത്തെയും, പ്രതപതി പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പം എന്താണ് ശരിക്കും അവിടെ പറയുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്? വിരാട് പുരുഷനാൽ പൂരിതമാണ് എന്ന് പറയാം. വിരാട് പുരുഷനാൽ പൂരിതമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അത്രമാത്രമല്ല, അതിൽ കവിഞ്ഞും അത് വളരെ വ്യാപിച്ചു കിടക്കുന്നു. പ്രാണസ്വരൂപനായിട്ടുള്ള ആദിത്യൻ എപ്രകാരമാണോ ആ തൻ്റെ സ്വസ്ഥാനത്തെയും അതുപോലെ പ്രകാശിപ്പിച്ചുകൊണ്ട് ബാഹ്യമായിട്ടുള്ള എല്ലായിടങ്ങളിലും ഈ പ്രകാശത്തെ പരത്തുന്നത് പോലെ തന്നെ ഈ വിരാട് സ്വരൂപൻ അല്ലെങ്കിൽ പുരുഷനും ഈ പ്രപഞ്ചം മുഴുവൻ ഈ വിരാട് പുരുഷനാൽ പൂരിതമായിട്ട് ഇരിക്കുകയാണ്. പ്രപഞ്ചേന തസ്യാപരിച്ഛേദം വക്തും സ ഭൂമിം ഇത്യസ്യാർത്ഥമാഹ. പ്രപഞ്ചത്തിന്റെ അളവ് കൊണ്ട് ഈ വിരാട് പുരുഷനെ ഒന്ന് ഒന്ന് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഒന്ന് മുറിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നതിന് വേണ്ടിയിട്ടാണ് സഭൂമിം വിശ്വതോവൃത്വ അത്യധിഷ്ഠദശാങ്കുലം എന്ന് പുരുഷ സൂക്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്യധിഷ്ഠദശാങ്കുലം സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാത്യധിഷ്ഠദശാങ്കുലം. അത് തന്നെയാണ് ഇവിടെയും. അതിന്റെ വേറൊരു രീതിയിലാണ് തേനേദം ആവൃതം വിശ്വം, ഈ വിശ്വം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വിതസ്തിം അധിതിഷ്ഠതി. വിതസ്തി എന്ന് പറഞ്ഞാൽ അത് കവിഞ്ഞ്, അത്യധിഷ്ഠദശാങ്കുലം. പിന്നെയും അല്ലേ ഒരു ദശാങ്കുലം, 10 വിരലോളം പിന്നെയും ബാക്കി കിടക്കുകയാണ്. നമ്മളുടെയൊക്കെ ബുദ്ധിക്കും അല്ലെങ്കിൽ എന്താണ് ഇതിനൊക്കെ അത് ആ വിശ്വത്തിന് പിന്നെയും നമ്മൾ കാണാത്ത ഒരു 10 അങ്കുലം പിന്നെയും അത് നമ്മൾ എത്ര അളന്നാലും പിന്നെയും എന്താണ് പിന്നെയും 10 അങ്കുലം ബാക്കി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ പ്രപഞ്ചം എന്നുള്ളത്. ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് വിരാട് സ്വരൂപനെ. അപ്പൊ ആ വിരാട് സ്വരൂപനെ അളക്കുമ്പോൾ പിന്നെയും 10 അങ്കുലം ബാക്കി കിടക്കുകയാണ്. അതിനെ നമുക്ക് അളന്ന് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കാരണം ആ വിരാട് സ്വരൂപന്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ളിൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് പിന്നെയും കിടക്കുകയാണ്. അതാണ് അവിടെ കാണിക്കുന്നത്.
അപ്പം പ്രപഞ്ചത്തില് ഒതുങ്ങുന്നില്ലെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്. സഭൂമിം വിശ്വതോ വൃത്വാത്യധിഷ്ഠ ദശാങ്കുലം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് പ്രപഞ്ചം എന്ന് പറയുന്നത് വേഗം നമ്മൾ കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഈ എല്ലാം കൂടിയാണ് പ്രപഞ്ചം. അതല്ല പ്രപഞ്ചം. അതല്ല എന്ന് പറഞ്ഞാലോ, പ്രപഞ്ചം എന്താണ്? എന്റെ ബോധത്തിൽ ഞാൻ കാണുന്നതാണ് പ്രപഞ്ചം. അപ്പൊ എവിടെയാ പ്രപഞ്ചം? ആ പ്രപഞ്ചം മുഴുവൻ എന്റെ ബോധത്തിൽ നിൽക്കുകയാണ്. എന്റെ ബോധത്തിലാണ് മുഴുവൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിരാട് സ്വരൂപിന്റെ കാര്യം പറഞ്ഞത്. അതപ്പോഴും നമുക്ക് എത്ര നമുക്കത് വലുതായി 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 വരുമ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു 10 അങ്കുലം പിന്നെയും നിൽക്കുകയാണ് എന്ന് പറയണം. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും എല്ലാം എന്താണ്? എന്റെ ബോധത്തിൽ നിൽക്കുന്നതാണ്, എന്നിലാണ്. അതല്ല നമ്മളുടെ ധാരണ മുഴുവൻ പുറത്താണെന്നുള്ളതാണ്. അല്ല, എനിക്ക് എൻ്റെ കാഴ്ച കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ഉള്ളിലെ ബോധ ചൈതന്യത്തിന്റെ അളവ് കൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണുന്നോ അതെല്ലാം കണ്ടാലും അതിനപ്പുറത്തേക്ക് ഒരു 10 അങ്കുലം പിന്നെയും ബാക്കി കിടക്കുന്നു, പൂരിതമായിട്ട് കിടക്കുന്നു. അപ്പം ഇവിടെ പറയുന്നത് ആ പ്രപഞ്ചത്തിൽ ഒതുങ്ങുന്നില്ല ആരും ഒതുങ്ങുന്നില്ല. ആരും ഒതുങ്ങുന്നില്ല? ഈ ബോധസ്വരൂപനായിട്ട് എൻ്റെ ഉള്ളിൽ വർത്തിക്കുന്ന ആ വിരാട് സ്വരൂപം അല്ലെങ്കിൽ വിരാട് പുരുഷൻ എന്നുള്ളത് ഇവിടെ ഒതുങ്ങുന്നില്ല എന്ന് പറയാണ്. അതിനപ്പുറത്തേക്ക് പിന്നെയും കിടക്കുകയാണ്. അല്ലേ? നമ്മള് മുകളിലോട്ട് എന്താണ്, ആകാശത്തേക്ക് നമ്മൾ മുകളിലോട്ട് പോകും, ചെല്ലും 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 തോറും എന്താണ്, വീണ്ടും വീണ്ടും അകന്നകന്നകന്നകന്നകന്ന് പോവുക. നമ്മൾ വിചാരിക്കും അടുത്താണ്, അല്ലെ? മേഘാവൃതമായിട്ട് കിടക്കുന്ന ആ മേഘം കാണുമ്പം ഇപ്പൊ ചെന്നങ്ങ് തൊട്ടേക്കാന്ന് വിചാരിച്ചു പോകും തോറും എന്തായി? പോകും തോറും അകന്നകന്നകന്നകന്നകന്നകന്നകന്ന് പോവുക. അതിനൊരിക്കലും അത് അനാദിയാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് അതിന് അളക്കാൻ സാധിക്കില്ല. അവ്യയൻ എന്നുള്ള പേര് തന്നെ ഭഗവാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ആ ഭഗവാൻ ആരാണ്? ഞാനാണ്. ഞാനാണ്. എൻ്റെ ഉള്ളിലെ ബോധത്തിൽ ഒതുങ്ങി നിന്നിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെ എനിക്ക് അനാദിയായിട്ടുള്ള ആ ശക്തി എനിക്ക് ഒരിക്കലും അളക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും എനിക്ക് അതിനെ അളക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. അപ്പം തേന പുരുഷേണ വിശ്വം ഇതി ഭൂമി പദസ്യാർത്ഥഃ വിതസ്തിമിതി ദശ അങ്കുലപദസ്യ അധീത്യധിശബ്ദസ്യ ആവൃതമിതി വൃത്വേത്യസ്യ സച വിതസ്തിമധികം വ്യാപ്യ തിഷ്ഠതീത്യാധിക്യം മാത്രം വിവക്ഷിതം നതു പരിമാണം. അതായത് ഇവിടെ തേന എന്നാല്, തേന എന്ന് പറഞ്ഞാല് തേനേതമാവൃതം എന്ന് പറഞ്ഞാൽ, തേന എന്ന് പറഞ്ഞാല് ആ വിരാട് സ്വരൂപനാൽ എന്നുവെച്ചാൽ നമ്മളുടെ ആ ബോധ സ്വരൂപനായിട്ടുള്ള നമ്മളുടെ ആ ഒരു ശക്തി തന്നെ. അപ്പൊ വിരാട് സ്വരൂപനാൽ ഈ വിശ്വം എന്ന ശബ്ദം ഭൂമി എന്ന പദത്തിന്റെയും അതുപോലെ തന്നെ വിതസ്തിം സഭൂമിം വിശ്വതോ വൃത്വാത്യധിഷ്ഠ ദശാങ്കുലം, ഞാനിത് പുരുഷ സൂക്തത്തിലെ ഋക്കും ഇതും കൂടെ ചേർത്തൊന്ന് പറയാണ് കേട്ടോ. അപ്പൊ അതില് സഭൂമിം വിശ്വതോ വൃത്വാത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഭൂമിയും എന്നുള്ളതിന് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് എന്താണ്? ശബ്ദം വിശ്വം എന്ന ശബ്ദമാണ്. വിശ്വം എന്നുള്ളതാണ് ഭൂമി എന്നുള്ളത്. അപ്പം വിശ്വം എന്ന ശബ്ദം ഭൂമി എന്ന പദത്തിന്റെയും പിന്നെ വിതസ്തിം അധിതിഷ്ഠതി, വിതസ്തിം എന്നുള്ളത് ദശാങ്കുലം. വിശ്വസൂക്തത്തില് അത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പറയും. ആ ദശാങ്കുലത്തിന്റെ സ്ഥാനത്താണ് വിതസ്തിം അധിതിഷ്ഠതി എന്ന് പദത്തിന്റെയും കാണുന്നത്. അപ്പം അധി എന്നത് ആ ശബ്ദത്തിന്റെ ആവൃതം എന്നത് വൃത്വ എന്നതിൻ്റെയും അർത്ഥമാകുന്നു. അപ്പം അതിന്റെ അതേ അർത്ഥത്തിൽ കൂടെ തന്നെയാണ് ഈ ഒരു ശ്ലോകം അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം. അതി എന്നുള്ളത് എന്താണ്? ആണ് ആവൃത. ഇവിടെ ആവൃതമായ തേനേതം ആവൃതം വിശ്വം വിതസ്തിം അധിതിഷ്ഠതി, അത് സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം. അതിന്റെ വേറൊരു ഭാഷയിലാണ് ഇവിടെ ഭാഗവതത്തിൽ നമുക്കത് കാണിച്ചു തന്നിരിക്കുന്നത് എന്ന് പറയാണ്. സ്വധിഷ്ണിം പ്രഥമൻ പ്രാണോ ബഹിശ്ച പ്രതപത്തി അസൗ. അസൗ പ്രാണ ആദിത്യ, അസൗവ ആദിത്യ പ്രാണഹ ഇതി ശ്രുതേഹേ. അതായത് ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞാല് ആദിത്യൻ എന്നുള്ള ഒരു അർത്ഥമുണ്ട്. പ്രാണൻ എന്നുള്ളതിന് അത് ശ്രുതി പ്രമാണത്തിലുള്ളതാണ്. വേദത്തിലൊക്കെ
പ്രാണൻ എന്ന് ആദിത്യൻ, പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം എന്താ പറയുന്നത് ഇവിടെ? ശരിക്ക് വിരാട് പുരുഷൻ ഈ പ്രപഞ്ചം നിറഞ്ഞും പോരാ, അതിൽ കവിഞ്ഞും സ്ഥിതി ചെയ്യുന്നു. ആദിത്യന്റെ പ്രകാശം എങ്ങനെയാണോ ആ തൻ്റെ സ്വർലോകത്തും അല്ലെങ്കിൽ തൻ്റെ മണ്ഡലത്തിൽ ആ സ്വമണ്ഡലത്തിലും അതിന് പുറത്തും എങ്ങനെയാണോ വ്യാപിക്കുന്നത്, അതുപോലെ വിരാട് പുരുഷൻ തൻ്റെ സ്വദേഹത്തിലും പിന്നെന്താണ് ആ ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലും പുറത്തുമായിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ആ വിരാട് പുരുഷൻ. ഏവം വിരാട് ദേഹം പ്രകാശയൻ ബ്രഹ്മാണ്ടം അന്തർബഹിശ്ച പ്രകാശയന്തി എന്ന് ശ്രീധരീയം പറയുന്നു. അപ്പം ബ്രഹ്മാണ്ടത്തിലെ ഉള്ളിലും പുറത്തുമായിട്ട് ഈ വിരാട് പുരുഷൻ അവിടെ നിറഞ്ഞു നിൽക്കുന്നു. പിന്നെയും അതിനപ്പുറത്തേക്ക് ബാക്കി വീണ്ടും ഉണ്ടാവാം. ഇതാണ് നമുക്കിന്ന് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. 16-ാമത്തെ പെട്ടെന്ന് നമുക്ക് ഈ സൃഷ്ടിയെ കുറിച്ച് മനസ്സിലാക്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിരാട് പുരുഷൻ എന്നുള്ളത് ഞാൻ തന്നെയാണ് ഉള്ള ഒരു ഇതിലെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവിടെ എന്താ ശരിക്കും പറഞ്ഞത്? ബ്രഹ്മാണ്ടം, അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം എങ്ങനെ കണക്കാക്കുന്നത്? ഞാൻ കാണുന്നതല്ലേ ഇതെല്ലാം, അല്ലേ? ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൗരയൂഥങ്ങളും ഇതെല്ലാം കൂടെ കൂടിയതായിട്ടുള്ള ബ്രഹ്മാണ്ടങ്ങൾ. അപ്പം അതൊക്കെ എവിടെയാണ് ശരിക്കും? അതൊക്കെ എൻ്റെ ബോധത്തിൽ ഇരിക്കുന്നതാണ്. ആ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ എവിടെയാ ഇരിക്കുന്നത്? ഒക്കെ എൻ്റെ ഉള്ളിലാണ്. ഞാൻ കാണുന്നതാണ് പ്രപഞ്ചം. അതാണ് ഈ വിശ്വം, ലോകം എന്നുള്ള ഒരു അർത്ഥത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം. നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പമാണ് ഇത് മനസ്സിലാക്കാൻ, അല്ലെ? നമ്മൾ ലോകാസമസ്ത സുഖിനോഭവം എന്ന് പറയുന്ന ആ താല്പര്യത്തെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? ലോകം എന്ന് പറയുന്നത് എവിടെയാ? ലോകം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുന്നതാണ് ലോകം. അപ്പം ആ ലോകത്തെ നമ്മളെ കൊണ്ട് കാണിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഒക്കെ ഈ ബോധമാണ്. ആ ബോധ സ്വരൂപനാണ് വിരാട് സ്വരൂപൻ. അതാണ് വിരാട് സ്വരൂപൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെയാകുമ്പോ എന്തായി? ആ വിരാട് സ്വരൂപൻ എന്ന് പറയുമ്പോൾ ഈ ബോധത്തോടു കൂടി നിൽക്കുന്ന ഈ ശരീരം, നമ്മളാകുന്ന ഈ വിരാട് സ്വരൂപം നമ്മളാകുന്ന ഈ ശരീരത്തോടു കൂടിയിട്ടുള്ള പുരുഷൻ, ഈ പുരുഷന്റെ അവയവങ്ങളൊക്കെ എന്താണെന്നുള്ള വിരാട് സ്വരൂപിന്റെ അവയവങ്ങൾ എന്താണെന്ന് പറയുമ്പം അതിനോട് ചേർത്ത് നമുക്ക് നിർത്താൻ സാധിക്കണം. അതാണ് വ്യക്തമായിട്ട് നമുക്ക് ഇതിന്റെ ആ സൃഷ്ടിയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ഇതിൽ കൂടുതലൊന്നും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. അപ്പൊ എല്ലാം വേണ്ട പോലെ നമുക്ക് മനസ്സിലാക്കി തരട്ടെ. നമുക്ക് ആ ഒരു 10 ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്ത് നമുക്ക് സമർപ്പിക്കാം. നാഡ്യോനദ നദീനാം സുഗോത്രാണാമസ്ഥി സംഹതി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച ഉദരം വിദിതം പുംസോ ഹൃദയം മനസഃ പദം ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാ പരായണം അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനയോഗ്രജാഃ സുരാസുരനരാ നാഗാ ഖഗാമൃഗസരീസൃപാഃ ഗന്ധർവാപ്സരസോ യക്ഷാ രക്ഷോ ഭൂതഗണോരഗാഃ പശവഃ പിതരഃ സിദ്ധാ വിദ്യാധ്രാശ്ചാരണാദ്രുമാഃ അന്യേ ച വിവിധാ ജീവാ ജലസ്ഥലനഭൂകസ ഗ്രഹക്ഷകേതവസ്താരാസ്തടിതസ്തനയിത്നവ സർവം പുരുഷ ഏവേദം ഭൂതം ഭവ്യം ഭവച്ചയൽ തേനേദമാവൃതം വിശ്വം വിതസ്തിമധിതിഷ്ഠതി സുധിഷ്ണ്യം പ്രതപൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസൗ. ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് മാത്രമാണ്. എന്താണ്? കിഞ്ചിൽ ജഗത്യസ്മിൻ ദൃശ്യതേ ശ്രൂയതേപിവ അന്തർബഹിശ്ച തത്സർവം വാപ്യ നാരായണസ്ഥിതഃ. ഇത് തന്നെയാണ് നേരത്തെ നാരായണ പരാവേദ, നാരായണ പരാമഖാഹ, നാരായണ, അല്ലേ? ആ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സമർപ്പിച്ചത് തന്നെ ഈ നാരായണൻ എന്നുള്ളത് ഞാൻ തന്നെയാണ്
എന്ന് നമുക്ക് എപ്പോഴാണോ ഉറപ്പിക്കാൻ സാധിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ഈ സൃഷ്ടിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്കത് അതിൻ്റെ അഹന്തത്വമായാലും മഹത്തത്വമായാലും ബ്രഹ്മാവായാലും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ബ്രഹ്മാവ് എന്നുള്ളത് ഈ 4 തലയോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലൊന്നും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരു പിടിയും കിട്ടില്ല. അത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ 4 അന്ധക്കരണങ്ങളിലെ 4 വൃത്തികളാണ് ശരിക്കും. ആ അന്ധക്കരണങ്ങളിലെ വൃത്തികളെ കൊണ്ട് 4 ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള അങ്ങനെയാണ് അതിന്റെ ആ സൃഷ്ടി എന്ന് പറയുന്നത്. ഈ അന്ധക്കരണങ്ങളാണ് സൃഷ്ടിക്ക് കാരണമാകുന്നത്, അല്ലേ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, സങ്കല്പ വികല്പങ്ങളാണ് മനസ്സ്. ചെയ്യണോ വേണ്ടയോ എന്ന് മനസ്സിങ്ങനെ പറയുമ്പോൾ അതിനെ ബുദ്ധി നിശ്ചയിപ്പിക്കും, ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കും. അതിനെ ഉറപ്പിക്കലാണ് ആര്? ചിത്തം. എന്താ ഉറപ്പിക്കല്? എന്താണോ നിശ്ചയിച്ചത് അതിനെ അനുഭവിക്കലായിട്ടുള്ളതാണ് ചിത്തം എന്ന് പറയുന്നത്. പിന്നെയോ അങ്ങനെ അനുഭവിച്ചു കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്നു, ഞാൻ ചെയ്തു എന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് എത്തുന്നതാണ് അഹങ്കാരം. മനോബുദ്ധി അഹങ്കാരങ്ങളാണ് ഈ സൃഷ്ടിക്ക് നിദാനമായിട്ടുള്ള ബ്രഹ്മാവിന്റെ 4 തലകൾ എന്ന് വേണമെങ്കിൽ നമുക്കത് സൂചിപ്പിക്കാം. ഒക്കെ വേണ്ട പോലെയുള്ള ആശയങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ നമുക്ക് കൊണ്ടുതരട്ടെ. പതിവ് പോലെ നമുക്ക് ഇനിയും ഈ അഗാധമായിട്ടുള്ള ഭാഗവത, അല്ലെ, സമുദ്രത്തിൽ ഇങ്ങനെ നമുക്ക് എവിടെയോ ഒരറ്റത്തിരുന്നിങ്ങനെ നമ്മൾ അതിന്റെ രസം പകരുക. ഇങ്ങനെ അനാദിയായിട്ട് കിടക്കുന്ന ആ ഭാഗവത രസത്തെ വേണ്ട പോലെ അതിന്റെ രസം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക്, തത്വത്തിലേക്ക് ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഭഗവാൻ സഹായിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് പതിവ് പോലെ ആ സമർപ്പണ ശ്ലോകങ്ങൾ ചൊല്ലി ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി.